അവസാനം തീരുമ്പോൾ എവിടെയാണ് കുഴപ്പം? കോൺഗ്രസ്സിൽ ഭയങ്കര കുഴപ്പമാണ് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞത്? അവസാനം കുഴപ്പം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. എങ്ങനെയാണ് പ്രതിഷേധം ഇവിടുത്തെ പ്രചരണം എങ്ങനെ പോകുന്നു? അല്ല, ഇവിടെ കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാ പര്യടനം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വോട്ട് പിടിക്കാൻ ഇവിടെ ഇറങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് പറവൂർ മാർക്കറ്റാണ്. എനിക്ക് എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധമുള്ള സ്ഥലമാണ്. എൻ്റെ ഏറ്റവും അടുത്ത ആളുകളുള്ള സ്ഥലമാണ്. എന്നാലും അവരെ കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും. അതുകൊണ്ട് ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നതാണ്. തെരഞ്ഞെടുപ്പുകളിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ തരത്തിലൂടെ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുമായിരുന്നു. ഇത്രയും പോയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് എനിക്ക് എൻ്റെ വീട് പോലെയാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും ശക്തമായ കോൺഗ്രസ് UDF സംവിധാനമുള്ള നിയോജകമണ്ഡലമാണിത്. എന്നോട് അവർ നോമിനേഷൻ കൊടുത്തിട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. ബാക്കിയെല്ലാം അവർ ചെയ്തു. എൻ്റെ പേര് ഡൽഹിയിൽ പ്രഖ്യാപിച്ച അന്ന് രാത്രി തന്നെ ഇവിടെ മതിലെഴുതി കഴിഞ്ഞു, ഇവിടെ പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അത്രയും ഏറ്റവും മിടുമിടുക്കരായിട്ടുള്ള പ്രവർത്തകരുള്ള മഹിളാ പ്രവർത്തകരും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും സീനിയറായിട്ടുള്ള ആളുകളും എല്ലാവരും കൂടി ഒരൊറ്റ ടീമായിട്ട് ഇവിടെ അങ്ങ് ഇറങ്ങും. ഞങ്ങൾ ഒരു വീടാണ്. തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടിയാണ് പോയത്. ഇത്തവണത്തെ അവസ്ഥ എന്തായാലും അത് അവർ തീരുമാനിക്കട്ടെ. ഞാനിവിടുത്തെ കാര്യം പറയാറില്ല. എല്ലാ പ്രാവശ്യവും എല്ലാ പ്രതിസന്ധിയിലും സംസ്ഥാനത്ത് വലിയ LDF തരംഗം ഉണ്ടായ സമയത്ത് പോലും എനിക്ക് അവർ ഭൂരിപക്ഷം കൂട്ടി തന്നിട്ടുണ്ട്. 2006 എറണാകുളം റൂറലിലെ 10 സീറ്റിൽ 9 സീറ്റും പരാജയപ്പെട്ടപ്പോൾ ഞാൻ മാത്രമാണ് എറണാകുളം റൂറലിൽ നിന്ന് അന്ന് ജയിച്ചത്. ഞാൻ രണ്ടാമത് മത്സരിക്കുകയാണ്. കടുത്ത മത്സരമായിരുന്നു. അന്നും എനിക്ക് വോട്ട് കൂട്ടി തന്നാണ് എന്നെ വിജയിപ്പിച്ചത്. ഇന്നലെ പറഞ്ഞതേ പ്രതിപക്ഷ നേതാവ് കൂടെ സുരക്ഷിതരാണെന്ന് കരുതുന്നുണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ ആരും സുരക്ഷിതരല്ലല്ലോ. ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണം. ഞാനൊരു എതിരാളിയെ നിസ്സാരരായി കാണുന്ന ആളല്ല. എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്. അന്ന് ഞാൻ ആ എതിരാളിയെ ശക്തനായിട്ട് കാണുള്ളൂ. ഇപ്പോഴും എതിരാളിയെ ശക്തൻ. ഒരു എതിരാളി നിസ്സാരക്കാരല്ല. എനിക്കെതിരെ എത്ര പ്രഗത്ഭരായ ആളുകൾ മത്സരിച്ചു, അവരൊക്കെ നിസ്സാരക്കാരാണോ? എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയും നിസ്സാരക്കാരല്ല. അവർക്കെല്ലാം അവരുടേതായ സ്വാധീനവും അവരുടേതായ ബന്ധവും. 10 വർഷം MLA ആയിരുന്ന ഒരാളാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം എങ്ങനെ നിസ്സാരക്കാരനാവുന്നത്? സാധാരണ മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA ആയ VD സതീശനാണ്. ഇത്തവണ പ്രതിപക്ഷ നേതാവാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള പ്രതീക്ഷയുള്ള ആളാണ്. അല്ല, ഞാനൊന്നും അല്ലെങ്കിലും എത്ര വലിയ ആളല്ലെങ്കിലും ഇവർക്ക് ഞാൻ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കുടുംബത്തിലെ ഒരാൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അത് സന്തോഷിക്കില്ല വീട്ടിലെല്ലാവരും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാൽ പോലും വീട്ടിലെല്ലാവർക്കും എന്ത് സന്തോഷമായിരിക്കും. അതുപോലെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളിലും എൻ്റെ വീട്ടുകാരേക്കാൾ സന്തോഷിക്കുന്നവരാണ് ഇവിടെയുള്ളവർ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവർ. അപ്പോൾ എനിക്കെതിരായിട്ട് പ്രചരണം നടത്തുന്നവർ പോലും മനസ്സുകൊണ്ട് എനിക്കുണ്ടാകുന്ന ഉയർച്ചയെ സന്തോഷിക്കുന്നവരാണ്. കാരണം അവർ തന്നെ എന്നോട് പറയാറുണ്ട്, അവർ ഈ കഷ്ടപ്പെടുള്ള അവരുടെ കുടുംബത്തിലെ പലരും എനിക്ക് വോട്ട് ചെയ്യാറുള്ളത്. കോൺഗ്രസിന് മാത്രമായിട്ട് എത്ര സീറ്റാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അത് വരട്ടെ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ. അല്ല, അത് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊപ്പോർഷൻ UDF ഉണ്ടാവുമല്ലോ, കോൺഗ്രസിൽ ഉണ്ടാവുമല്ലോ. എനിക്കൊരു സമയത്തും കുറഞ്ഞിട്ടില്ല. നിങ്ങളാണ് ഇങ്ങനെ സർവേ ഒക്കെ നടത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ ഇതിന് മുമ്പിലത്തെ സർവേ ഒക്കെ നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ ഇതുപോലെ കുറേ പേര് സർവേ ഇറക്കി. അന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ തോറ്റുപോകുന്ന. ഷാഫി പറമ്പിൽ 1.25 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് സുധാകരേട്ടൻ തോറ്റുപോകുന്നതാണ്. സുധാകരേട്ടൻ 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. നിങ്ങൾ പറഞ്ഞത് VK ശ്രീകണ്ഠൻ 3-ാം സ്ഥാനത്ത് പോകുന്നവർ. VK ശ്രീകണ്ഠൻ 85,000 വോട്ടിന് ജയിച്ചു പാർലമെന്റിലിരിക്കുക. അപ്പോൾ കുറച്ച് പേരൊക്കെ ഏജൻസിയൊക്കെ വെച്ചാണ് സർവേ നടത്തിയത്. കുറച്ച് പേര് തന്നെ മുറിക്കാതിരുന്ന് തല്ലിക്കൂട്ടി. ഉറപ്പായിട്ട് പാലിക്കും. അദ്ദേഹത്തിന് അറിയാം ഞാൻ വാക്ക് പാലിക്കുന്ന ആളാണ്. ഏറ്റവും നന്നായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിച്ച ആൾക്കല്ലേ അറിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ UDF ജയിക്കട്ടെ എന്നാണ്. പിന്നെ നിങ്ങൾ അദ്ദേഹത്തിനെ പോലത്തെ ഒരാളുടെ അടുത്തെന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് പറയാം, ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കുത്തി ചോദിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത്, ഞാൻ പറയുന്നില്ല, എൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, അത് ശരിയാണോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. അദ്ദേഹം ഒന്നും പറയില്ല. അദ്ദേഹം എനിക്കെതിരെ ഒരക്ഷരവും പറയത്തില്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ടെൻഷനുണ്ട്. എന്നോട് ചോദിച്ചു നേരിട്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കയറി പറയണമെന്ന് ചോദിച്ചു. നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്നോട് ചൂടാവുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്നോട് ചൂടായി. ഞാനിങ്ങനെ പറഞ്ഞതിന് ഞാൻ UDF ജയിച്ചില്ലെങ്കിൽ എന്നോട് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് പറഞ്ഞത്. ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോവും UDF ജയിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ വല്ലതും മാറ്റി പറയണ്ട. അതൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ എപ്പോഴും മാറ്റി പറയണം. ഞാൻ വല്ലതും പറയണ്ട. മുഖ്യമന്ത്രി എന്തൊക്കെ മാറ്റി പറഞ്ഞു? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഒരു ബന്ധമില്ല എന്ന് നുണ പറഞ്ഞു മുഖ്യമന്ത്രി. നുണ ഞാനിപ്പോൾ അങ്ങനെ യമണ്ടൻ നുണയെന്നൊക്കെ എന്നോട് പറയണത്. യമണ്ടൻ നുണ പറഞ്ഞു. ഞാൻ വീഡിയോ ക്ലിപ്പ് കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്യണ എൻ്റെ വീഡിയോ ക്ലിപ്പ് കാണിച്ചില്ലേ, RSS ആയിട്ട് ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഞാൻ
ജോണി ലൂക്കോസുമായിട്ടുള്ള ഇന്റർവ്യൂ കാണിച്ചില്ല, അപ്പോൾ പറഞ്ഞത് RSSുമായിട്ട് പല കാലത്തും ബന്ധമുണ്ടായിരുന്നെന്ന്. പിന്നെ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ മുടങ്ങിയെന്ന് പച്ചക്കള്ളം ഈ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, ഞങ്ങൾ പൊളിച്ചടിക്കില്ലേ? ആരുടെ ഡോക്യുമെന്റ് വെച്ചിട്ട്? തോമസ് ഐസക്കിന്റെ വൈറ്റ് പേപ്പർ, മുഖ്യമന്ത്രി ഒപ്പിട്ട ക്യാബിനറ്റ് അംഗീകരിച്ച വൈറ്റ് പേപ്പർ വെച്ചിട്ട്. എന്തോരം നുണയാണ് ഈ മുഖ്യമന്ത്രി ഇപ്പൊ പറയണം.